ഹലോ ഗൈസ്, നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിനടുത്തുള്ള പുഴക്കരയിലേക്കാണ് പോയത്. പോകുമ്പോൾ ഓട്ടോക്കാണ് ഞങ്ങൾ പോയത്. ഞാനും മോളും അനിയൻ്റെ ഭാര്യയും കുഞ്ഞും കൂടിയാണ് പോയത്. ഞങ്ങൾ നേരെ പോയത് ബോട്ട് ചട്ടിയിലേക്കാണ്. അവിടെ നോക്കിയാൽ നേരെ കാണുന്നത് കടലാണ്. അതിനുശേഷം കാണുന്നത് ഏഴിമല അക്കാദമിയാണ്. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് വെള്ളം കാണുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും മോളും കൂടി പുഴയിലേക്ക് ഇറങ്ങി. അവിടുന്ന് വെള്ളം തൊട്ടേരും മുഖത്താക്കുമ്പോൾ അതിന് വളരെ സന്തോഷം തോന്നി. അങ്ങനെ കുഞ്ഞമ്മ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറക്കി. അവിടുന്ന് കുറേ സമയം കുഞ്ഞ് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ നേരെ നടന്നപ്പോൾ പുഴയുടെ സൈഡിലെല്ലാം കണ്ടൽക്കാടിൻ്റെ ചെടികൾ അടുക്കി വെച്ചതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി നമ്മൾ കുറേ സമയം അവിടെ നടന്നു. അങ്ങനെ അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അവിടെ കുറേ ദൂരം നടന്നുകൊണ്ടേയിരുന്നു ഞങ്ങൾ. കുറേ സൈഡിലെല്ലാം മരങ്ങളും മഴകളും എല്ലാം ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്ന് നമ്മൾ കുറേ ദൂരം നടന്നു. കുറേ നടന്നപ്പോൾ നമ്മളൊരു പുഴയുടെ അരികിലായിട്ട് നല്ല വിശാലമായൊരു സ്ഥലം ഉണ്ട്. അവിടെ കാറ്റ് കൊള്ളാൻ ഇരിക്കാൻ വേണ്ടി നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 4 പേരും ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും. നല്ല സുഖകരമായ കാറ്റ് കൊള്ളാൻ നല്ല സുഖമാണ് അവിടെ ഇരുന്നാൽ. നമ്മൾ പുഴയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുറേ ദൂരത്തായിട്ട് ഒരു മനുഷ്യൻ തോണി തുഴഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. മോൾ ആദ്യമായിട്ട് പുഴ കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അവിടെ നമ്മൾ നേരെ പുഴയുടെ സൈഡിലേക്ക് നടക്കുമ്പോൾ ഒരു വെള്ളത്തിലൊരു ഞണ്ടിനെ കണ്ടിന്. നമ്മൾ അവിടെ സൈഡിലൊരു തോണി കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തോണിയിൽ കയറി ഇരുന്നു. നമ്മൾ ഇരുന്നിക്കുന്ന കണ്ടപ്പോൾ പൊടിമോൾക്കും തോണിയിൽ കയറണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ നമ്മൾ പൊടിമോളെയും തോണിയിൽ ഇരുത്താൻ നോക്കി. അവൾ അതിലേക്ക് ഇരുന്നു. കുറച്ച് നേരം അവൾ അതിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ സൈഡിലേക്ക് കൂടി മുന്നോട്ടേക്ക് നടന്നുകൊണ്ടേയിരുന്നു. കുറച്ച് ദൂരത്തേക്ക് ചെന്നപ്പോൾ ഒരു തട്ടുകടയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നപ്പോൾ സൈഡിൽ തട്ടുകട കണ്ടു. അതിൻ്റെ പേരാണ് കായലോരം. നമ്മൾ അവിടെ നിന്ന് നേരെ ആ തട്ടുകടയിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും പൊടിമ്പോളും കൂടി തട്ടുകടയിലേക്ക് നേരെ കയറിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ നമുക്ക് പരിചയമുള്ളൊരു ചേച്ചിയുടെ തട്ടുകടയായിരുന്നു അത്. അങ്ങനെ നമ്മൾ തട്ടുകടയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ ചെന്ന് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് കയറി. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വഴിയരികിലെത്തിയപ്പോൾ കുറച്ച് ആമ്പൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആമ്പൽ നോക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.